ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കർണാടകയിലെ കാർവാറിലെത്തും. നാവികതാവളം INS കദംബ രാഷ്ട്രപതി സന്ദർശിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന്. വികസിത് ഭാരത് റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങളെ സർക്കാർ കൂടുതൽ ശക്തിപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കർണാടക സന്ദർശിക്കും. കാർവാർ തുറമുഖത്തെ നാവികതാവളം INS കദംബ രാഷ്ട്രപതി സന്ദർശിക്കും. തുടർന്ന് അന്തർവാഹിനിയിൽ രാഷ്ട്രപതി കടൽ യാത്ര നടത്തും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് ശേഷം അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്ന 2ാമത്തെ രാഷ്ട്രപതിയാണ് ശ്രീമതി മുർമു. നാളെ ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ഓൾഡ് ചിക്കി ലിപിയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും NIT ജംഷഡ്പൂരിന്റെ 15ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഈ മാസം 30-ന് ഝാർഖണ്ഡിലെ ഗുംലയിൽ നടക്കുന്ന അന്തർ സംസ്ഥാന ജനസംസ്കാരിക സമാഗമ സമാരോഹ് കാർത്തിക് ജാത്രയിൽ രാഷ്ട്രപതി സംസാരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് പാളയം LMSൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹസംഗമം പരിപാടിയിൽ ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്നേഹ സന്ദേശം നൽകും. മറ്റന്നാൾ വർക്കല ശിവഗിരിയിലും തുടർന്ന് നാലാഞ്ചിറ മാരിവാനൂസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11-ന്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും പരിപാടി കേൾക്കാം. ന്യൂഡൽഹിയിൽ നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും അധ്യക്ഷത വഹിക്കും. ഇന്നലെയും പ്രധാനമന്ത്രി സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഭരണവും പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തിയതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ വികസന മുൻഗണനകളെക്കുറിച്ചുള്ള സുസ്ഥിരമായ ചർച്ചകളിലൂടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് 3 ദിവസത്തെ സമ്മേളനത്തിന്റെ ലക്ഷ്യം. വികസിത് ഭാരത് റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയിൽ സ്ത്രീകളുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും പങ്കാളിത്തത്തിന് മുൻഗണന നൽകുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിക്കായി 1,51,000 കോടി രൂപയോളം വകയിരുത്തിയതായും ഇതോടെ തൊഴിലാളിക്ക് സ്വന്തം ഗ്രാമത്തിൽ കൃത്യസമയത്ത് ജോലി ലഭ്യമാക്കുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങളെ സർക്കാർ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. विकसित भारत के लिए विकसित गांव, जिसमें विकास के सारे काम ग्राम पंचायत तय करेगी, ऊपर से नहीं. पहले तो ऊपर से थोप दिए जाते थे काम, अब ग्राम पंचायत तय करेगी, ग्राम सभा तय करेगी. और इसके लिए जो प्रस्तावित बजट है वो 1,51,282 करोड़ पहले साल ली, ताकि मजदूर को काम भी भरपूर मिले और गांव का विकास भी ऐसा हो कि गरीबी मुक्त गांव, रोजगार युक्त गांव, विकसित गांव बन जाए. और मजदूरी ना मिले तो बेरोजगारी भत्ता का पुख्ता प्रावधान, उसको और बेहतर बनाने का काम किया गया है. പദ്ധതിയെക്കുറിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നതായും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. നിശ്ചിത സമയത്തിനകം ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും ജോലി നൽകിയ ശേഷം വേതനം വൈകിയാൽ അധിക തുക നൽകാനും കൃത്യമായ വ്യവസ്ഥകളുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ബാങ്ക് ഉദ്യോഗസ്ഥർക്കുമായുള്ള 58ാമത് പ്രീ റിട്ടയർമെന്റ് കൌൺസിലിംഗ് വർക്ക്ഷോപ്പ് നാളെ പൂനെയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്യും. വിരമിക്കുന്ന ജീവനക്കാരുടെ പ്രയോജനത്തിനായി നടത്തുന്ന ഈ ശില്പശാല പെൻഷൻകാരുടെ ജീവിതം സുഗമമാക്കുന്നതിൽ വിപ്ലവകരമായ ചുവടുവയ്പ്പാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ ശേഷിയും ആഗോള മത്സരശേഷിയും മെച്ചപ്പെടുത്തുന്നതിനായി 44,700 കോടി രൂപയുടെ 2 കപ്പൽ നിർമ്മാണ സംരംഭങ്ങൾക്കുള്ള പ്രവർത്തന മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു.
കപ്പൽ നിർമ്മാണ സാമ്പത്തിക സഹായ പദ്ധതിയും വികസന പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു. 24,736 കോടി രൂപ മൊത്തം മൂലധനമുള്ള സഹായ പദ്ധതി പ്രകാരം 15% മുതൽ 25% വരെ സാമ്പത്തിക സഹായം സർക്കാർ നൽകും. പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആഭ്യന്തര കപ്പൽ നിർമ്മാണത്തെ പുനരുജ്ജീവിപ്പിച്ച് വൻ നിക്ഷേപം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ, ദോഡ ജില്ലകളിൽ പാകിസ്ഥാനി ഭീകരരെ തുരത്തുന്നതിനായി ഇന്ത്യൻ സൈന്യം ശൈത്യകാല ഓപ്പറേഷൻ ശക്തമാക്കി. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 30 മുതൽ 35 വരെ ഭീകരർ ജമ്മു മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. സൈനിക യൂണിറ്റുകൾ ഉയർന്ന മേഖലകളിലേക്കും മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഉന്നാവോ കേസിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ 3-അംഗ ബെഞ്ച് നാളെ പരിഗണിക്കും. ഡൽഹി ഹൈക്കോടതി ഉത്തർപ്രദേശ് MLAയുടെ ജീവപര്യന്തം ശിക്ഷ തടയുകയും ഉപാധികളോടെ ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും. അതേസമയം ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക മോശം വിഭാഗത്തിൽ തുടരുകയാണ്. അമേരിക്കയിൽ ശക്തമായ ശീതക്കാറ്റ് വിമാന സർവീസിനെ പ്രതികൂലമായി ബാധിച്ചു. ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചിലത് വൈകുകയും ചെയ്തു. കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ന്യൂയോർക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് ഇന്ന് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ ചരിത്രകാരന്മാരുടെയും ഗവേഷകരുടെയും ഏറ്റവും വലിയ പ്രൊഫഷണൽ അക്കാദമിക സംഘടനയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പുരാതന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ, സമകാലിക ഇന്ത്യ, ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾ, പുരാവസ്തു പഠനം എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായി ഒരേ സമയം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പാനൽ ചർച്ചകളും അനുസ്മരണ പ്രഭാഷണങ്ങളും ഉണ്ടാകും. കേരള ചരിത്രത്തെക്കുറിച്ച് പ്രത്യേക സെഷനുമുണ്ട്. രാജ്യത്തെ പ്രമുഖ പ്രസാധകരുടെ പുസ്തക പ്രദർശനം, ചരിത്ര പൈതൃക പ്രദർശനം, കലാപരിപാടികൾ എന്നിവയും കോൺഗ്രസിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരിത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്തിന്റെ കായിക രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വർഷമായിരുന്നു 2025. ജൂലൈയിൽ അവതരിപ്പിച്ച ദേശീയ കായിക നയം 2025 രാജ്യത്തിനെ ആഗോള കായിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള രൂപരേഖ മുന്നോട്ട് വയ്ക്കുന്നു. ഖേലോ ഇന്ത്യയുടെ വിജയത്തെ അടിസ്ഥാനമാക്കി കായിക രംഗത്ത് തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഖേലോ ഭാരത് നീതി 2025 വിഭാവനം ചെയ്യുന്നു. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വൈകുന്നേരം 7-നാണ് മത്സരം. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 3-0 മുന്നിലാണ്. 5ാം മത്സരം ചൊവ്വാഴ്ച നടക്കും. അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ജനുവരി 15 മുതൽ ഫെബ്രുവരി 6 വരെ സിംബാബ്വേയിലും നമീബിയയിലുമാണ് മത്സരം. ഇന്ത്യൻ സംഘത്തെ ആയുഷ് മാത്രെ നയിക്കും. വിഹാൻ മൽഹോത്രയാണ് വൈസ് ക്യാപ്റ്റൻ. 14 വയസ്സുള്ള ബാറ്റിംഗ് താരം വൈഭവ് സൂര്യവംശി ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്നലെ ഭോപ്പാലിൽ നടന്ന ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 50 മീറ്റർ റൈഫിളിൽ കർണാടകയുടെ തിലോത്തമ സെൻ ചാമ്പ്യനായി. ഇതോടെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഷൂട്ടറായി തിലോത്തമ സെൻ. കേരളത്തിന്റെ വിദർശ കെ വിനോദ് വെള്ളിയും റെയിൽവേയുടെ അയോണിക പോൾ വെങ്കലവും നേടി. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceu.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് കർണാടകയിലെ കാർവാറിലെത്തും. നാവികതാവളം INS കദംബ രാഷ്ട്രപതി സന്ദർശിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന്. വികസിത് ഭാരത് റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങളെ സർക്കാർ കൂടുതൽ ശക്തിപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.